ഓം സാईശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സാईश्वराय വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം. ഇന്ന് 11ാമത്തെ ഭഗവാന്റെ സത്യസായി വാണി 11ാമത്തെ ഭാഗത്തിലെ രസോ വൈസഹ 31ാമത്തെ അധ്യായത്തിലെ ഒരു ഭാഗമാണ് വായിക്കുന്നത്. അതിൽ തന്നെയാണ് കുറച്ചു മുമ്പ് കഴിഞ്ഞ ആഴ്ചയിലും വായിച്ചിരുന്നു ഞാനത്. ഗോലോകത്തെ പറ്റി ഭഗവാൻ അതിനെപ്പറ്റി പറയുകയാണ്. ലോകം ഈശ്വരന്റെ പ്രതാപമാണ്, പ്രതിബിംബമാണ്. സ്വന്തം ഗുരുവിനെ കുറിച്ചും പൂർവികരെ കുറിച്ചും അഭിമാനം പുലർത്തിയിരുന്ന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവരെല്ലാം ദേശം മുഴുവൻ അറിയപ്പെട്ടിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഒരു ദിവസം അവൻ ഞാൻ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകുവാൻ കഴിയുമോ എന്ന് അയാളുടെ ഗുരു അയാളോട് ചോദിച്ചു. ആ ശിഷ്യൻ പെട്ടെന്ന് ഉത്തേജിതനായി പറഞ്ഞു, എന്താണ് ഇത്ര സംശയം? ചോദിക്കൂ, ഉത്തരം നൽകപ്പെടും. ഞാൻ സോമയാജി കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ കീർത്തികേട്ട ജ്ഞാനിയാണ്. ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ അനേക വർഷങ്ങളായി പഠിക്കുകയാണ്. എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയുകയില്ലേ എന്ന് അയാൾ ഗുരുവിനോട് ചോദിച്ചു. എന്താണ് ലവണം എന്ന പദത്തിന്റെ അർത്ഥം? ഗുരു ചോദിച്ചു. ശിഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, ഇത്ര ഹാസ്യാസ്പദമായ ലളിതമായൊരു പ്രശ്നമാണോ അങ്ങേക്ക് ചോദിക്കാനുണ്ടായിരുന്നത്? എനിക്കറിയില്ലേ, ലവണം എന്നാൽ ചാണകം എന്നാണ് അർത്ഥം. അതെ, ലവണം എന്ന വാക്ക് ഓരോ ഭവനത്തിലും നിത്യേന ഉപയോഗിക്കുന്ന ഒന്നാണെന്നും അതിന്റെ അർത്ഥം ഉപ്പ് ആണെന്നും എല്ലാവർക്കും അറിയാം. ഇതുപോലും പൊങ്ങച്ചക്കാരനായ ആ ശിഷ്യൻ പഠിച്ചിരുന്നില്ല. ഇതുപോലെയാണ് ദീർഘകാലമായി എൻ്റെ ഭക്തന്മാരായിരിക്കുന്ന ചിലർ എന്നെ കുറിച്ച് അറിയുന്ന രീതി. നിങ്ങളുടെ കാഴ്ചയെ സ്നേഹം കൊണ്ട് തിളക്കപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം കാണുവാൻ സാധിക്കുകയില്ല. ഓരോ മുത്തിലും ഓരോ ഇതിലും ഈശ്വരനെ കാണുവാനും ഓരോരുത്തരെയും ഈശ്വരനായി കാണുവാനും പ്രേമം നിങ്ങളെ സഹായിക്കുന്നു. ജഗത്ത് കപടമായും അതൊരു കെണിയുമല്ല. ഇത് ഈശ്വരന്റെ പ്രതാപമാണ്, പ്രതിബിംബമാണ്. ഭഗവാൻ പ്രതിഫലിപ്പിച്ചപ്പോൾ ജഗത്തുണ്ടായി. അത് വിഭുവിന്റെ സ്വന്തം കാതലാണ്. അനേകമായി പ്രത്യക്ഷപ്പെടുന്ന അദൃഷ്ടമായ ഒരു വീര്യമുള്ളതായ ഒരു ഊർജമോ വസ്തുവോ ആയ കർമ്മം ബോധത്തിന് അനുസൃതമാകുമ്പോൾ ബോധം മറയ്ക്കപ്പെടുന്നു, നിസ്സാരമാക്കപ്പെടുന്നു. വരണ്ടതോ ഭ്രമമുള്ളതോ ആകുമ്പോൾ ധർമ്മം അധപ്പതിക്കുന്നു. അപ്പോൾ അവതാരം മനുഷ്യർക്കായി പ്രത്യക്ഷപ്പെടുന്നു. മാനവരാശി നാശത്തിന്റെ വക്കത്താണെന്നും കപടനാട്യത്തിന്റെയും വെറുപ്പിന്റെയും ശക്തികൾ ഭൂഖണ്ഡങ്ങളിലെല്ലാം വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആശങ്കയും ഭയവും ലോകത്തെ ഓരോ ഗ്രാമത്തിലും പട്ടണത്തിലും പാതകളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ജനങ്ങൾ എന്നോട് പറയുന്നു. എന്നോട് ഈ വിവരം പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതുതന്നെയാണ്. ലോകം നാശത്തിന്റെ വക്കത്തിലെത്തുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിനെ അമർത്തുവാനായി അവതാരം വരുന്നു. പ്രശാന്തി, എല്ലാ കാലങ്ങളെയും ശാന്തമാക്കുന്ന പരമോന്നതമായ ശാന്തി താമസിയാതെ തന്നെ ഉറപ്പിക്കും. ദൈവിക പാതയിൽ നിന്നും കൊണ്ടും പൈശാചികമായ വ്യതിചലനങ്ങൾ തിരുത്തപ്പെടും. ഓരോ മാനവ സമുദായത്തിലും ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുകയും പുനരുജ്ജീവിക്കപ്പെടുകയും ചെയ്യും. കൃഷ്ണന് വേണ്ടിയുള്ള ഭ്രാന്ത് നിങ്ങളിൽ സംക്രമിക്കട്ടെ. നിങ്ങൾ കൃഷ്ണന്റെയും രാമന്റെയും സായിയുടെയും ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നു. പക്ഷേ അവർക്ക് ജനനമില്ല, അവർക്ക്
പ്രായമാകുന്നില്ല. സൂര്യോദയവും സൂര്യാസ്തമനവും പോലെ അവർ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് നിങ്ങൾ ഉരുളുകയും കറങ്ങുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അവർ സ്ഥിരമായും സദാ സന്നിഹിതരായും നിലകൊള്ളുന്നു. അവർ അങ്ങനെ കാണപ്പെടുകയാണ്. ആ വിധത്തിൽ നിങ്ങൾക്ക് നിസ്സീമമായതിനെ കുറിച്ച് ബോധം ഉണ്ടാവുകയും നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പരിമിതികളെ പരമാനന്ദത്തിന് നിങ്ങൾ മറയ്ക്കുകയും ചെയ്യുന്നു. ചിത്രങ്ങളുടെയും പ്രതിമകളുടെയും ആരാധിച്ചത് കൊണ്ടോ പൂജകൾ ചെയ്തുകൊണ്ടോ മാത്രം തൃപ്തരാകാതിരിക്കുക. അതിലും ഉയർന്നതായ സേവന പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കൂ. അതിനുശേഷം പരമോന്നതമായ ആനന്ദത്തിന്റെ തലത്തിലേക്ക് ഉയരുക. അതാണ് ഗോലോകം. സ്വന്തം യാഥാർത്ഥ്യം അറിയുക. നിങ്ങൾക്ക് വെളിപ്പെട്ടിരിക്കുന്ന രീതിയിൽ എല്ലാ ജീവികളുടെയും യാഥാർത്ഥ്യം അറിയുക. ആ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് രാധയായി പരിണമിക്കുവാൻ സാധിക്കും. രാധാകൃഷ്ണനും കൃഷ്ണൻ രാധയുമായതിനാൽ നിങ്ങൾ കൃഷ്ണതത്വത്തിൽ ദൈവിക യാഥാർത്ഥ്യത്തിൽ പ്രവേശിക്കുകയും അതിൽ ലയിക്കുകയും ചെയ്യുന്നു. ചിന്തയും വികാരവും കൊണ്ട് ഭ്രമിക്കാതെ കൃഷ്ണനെ ആരാധിക്കുന്നത് ഒരാൾ രാധയാകുന്നു. പ്രേമനേത്രങ്ങൾ കൊണ്ട് കാണുക, പ്രേമകർണങ്ങൾ കൊണ്ട് കേൾക്കുക, പ്രേമത്തിന്റെ കരങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. പ്രേമം ചിന്തകൾ മാത്രം ചിന്തിക്കുക. ഓരോ ഞരമ്പിലും പ്രേമം അനുഭവിക്കൂ. പ്രേമസ്വരൂപനായ കൃഷ്ണൻ നിങ്ങളുടെ സമീപത്തേക്ക് പ്രേമ തിരമാലയായി കയറി വരികയും നിങ്ങളുടെ ഹൃദയത്തെ ഭഗവാനെ കൊണ്ട് തന്നെ നിറയ്ക്കുകയും ചെയ്യും. ഭഗവാനെ ചിത്രത്തിന്റെ ചട്ടക്കൂട്ടിൽ അടച്ചിടാതിരിക്കുക, പ്രതിമയിൽ പൂട്ടിയിടാതിരിക്കുക. ഭഗവാൻ എല്ലാ രൂപങ്ങളുമാണ്, എല്ലാ നാമങ്ങളുമാണ്, എല്ലാ ജീവികളുടെയും യാഥാർത്ഥ്യമാണ്. ലോകത്തിനു പകരം അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഭ്രാന്ത് കൊണ്ട് നിങ്ങളെ സ്വയം സംക്രമിപ്പിക്കുക. ആരോ എന്നെക്കുറിച്ചൊരു ഗാനം എഴുതി. അതിൽ ഞാൻ ഭ്രാന്ത് ഭേദമാക്കുമെന്നും ഭ്രാന്ത് നൽകുന്നുവെന്നും കണ്ണീർ തുടയ്ക്കുന്നുവെന്നും കണ്ണീരൊഴുക്കുവാൻ അനുവദിക്കുന്നുവെന്നും പറഞ്ഞിരിക്കുന്നു. അതെ, ഈശ്വര ദർശനത്തിനു വേണ്ടിയുള്ള ഭ്രാന്ത് സമ്പത്തിനും കീർത്തിക്കും വേണ്ടിയുള്ള ഭ്രാന്തിനേക്കാളും ശ്രേഷ്ഠമാണ്, അഭികാമ്യവുമാണ്. പ്രേമത്തിന്റെ ശക്തി. ആനന്ദ കണ്ണീർ തൂകുക, അല്ലാതെ ദുഃഖത്തിന്റെ കണ്ണീരല്ല തൂകേണ്ടത്. ഈശ്വരന്റെ സ്നേഹം, അതായത് പ്രേമം നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക. എനിക്ക് പ്രേമത്തിലും ശക്തിമത്തായ ഒരു ശക്തിയില്ല. ഞാൻ ഭൂമിയെ ആകാശമായും ആകാശത്തെ ഭൂമിയായും പരിവർത്തനം ചെയ്തേക്കാം. പക്ഷേ ആ ശക്തി ലോകത്തെ കെട്ടുവാനും ഭരിക്കുവാനും ഉപയുക്തമായ പ്രേമത്തിന്റെ ശക്തിക്ക് മുൻപിൽ നിസ്സാരമാണ്. സ്നേഹിക്കുക, വെറുക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കുക. കൊതുകൾക്ക് പോലും മുറിവേൽപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും രോഗം ഉണ്ടാക്കുവാനും സാധിക്കുമെന്ന് അഭിമാനിക്കാം. മൂട്ടകൾക്കും അതുപോലെ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ഉപദ്രവിക്കുവാനുള്ള സാമർഥ്യത്തെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം അധപ്പതിക്കുകയാണ്. സ്നേഹിക്കുകയും സേവനം നൽകുകയും ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഉത്തമ ഫലം നൽകുന്ന സാധന. ഈ വിധത്തിലുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കണമെന്ന് ഋഷിമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തിനെന്നാൽ അവ ആധ്യാത്മിക ഉന്നമനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നതുകൊണ്ടാണ്. വേരുകൾക്ക് ചുറ്റുമുള്ള മണ്ണ് ഇടയ്ക്കിടെ ഇളക്കിക്കൊടുത്ത് വായുവും സൂര്യപ്രകാശവും കടക്കുവാൻ അനുവദിച്ചാൽ ചെടിയുടെ ശക്തി വർദ്ധിക്കുകയും പോഷണം ലഭിക്കുകയും ചെയ്യും. അതിനാൽ അത് വേഗത്തിൽ നന്നായി വളരുന്നു. നിങ്ങൾക്ക് നിരന്തരമായ ഈശ്വരചിന്ത ഉണ്ടാകട്ടെ എന്നും യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ മനസ്സുകൾ ദൈവീകമായ മാധുര്യം ആസ്വദിക്കട്ടെ എന്നും ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രശാന്ത നിലയം 13/8/1971. വൈകിട്ടത്തെ ഭജനയ്ക്ക് ശേഷം 10 നിമിഷം ധ്യാനത്തിനിരിക്കുന്നത് അത് കൊള്ളാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു 10 നിമിഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും ചുറ്റും നടക്കുമ്പോഴും യാതൊരുത്തരുമായും ദൈവികതയുള്ളവരുമായി കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ ധ്യാനം ഒരു സമയനഷ്ടമാണ്. നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ കുറച്ച് സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടെ മറ്റുള്ളവർക്ക് സേവനം നൽകുന്നുണ്ടോ? ഇവയാണ് ധ്യാനത്തിന്റെ വില നിശ്ചയിക്കുന്ന ലക്ഷണങ്ങൾ. നിങ്ങളുടെ പുരോഗതി നിങ്ങളുടെ സ്വഭാവത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും തെളിയിക്കപ്പെടണം.
ധ്യാനം ജീവികളോടും വസ്തുക്കളോടുമുള്ള നിങ്ങളുടെ നിലപാടിൽ പരിവർത്തനം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ അത് വെറും കാപട്യമാണ്. ഭഗവാൻ ശ്രീ സത്യസായി ബാബ. സായിരാം. എന്നൊരു അനുഭവം ഞാൻ പറയാൻ പോണത്, ഞാന് 1992 പിന്നെ ദുർഗാപൂർ എന്ന സ്ഥലത്തു നിന്നും തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തി. തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ 2 കുട്ടികളും ഭഗവാന്റെ കോളേജിൽ പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ദുർഗാപൂർ വിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. എൻ്റെ അച്ഛനമ്മമാർക്ക് പ്രായമായി, അതുകൊണ്ട് അവരെ നോക്കാനും കൂടിയാണ് വന്നത്. അവിടെ വന്നപ്പോഴാണ് ഞാൻ പണ്ടേ തന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട് ഒരു ബ്ലൈൻഡ് സ്കൂള് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ബ്ലൈൻഡ് ആയ കുട്ടികളോട്, എൻ്റെ അച്ഛനും ഒക്കെ എല്ലാവർക്കും കാഴ്ചയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാണുന്നതുകൊണ്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു, ഭഗവാനെ ഇവർക്കൊന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ അങ്ങ് നോക്കിക്കോളണേ, ഞാൻ കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി സേവനം ചെയ്യാം എന്നൊരു പ്രോമിസ് ഭഗവാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് പിന്നെ വഴുതക്കാട്ടുള്ള ബ്ലൈൻഡ് സ്കൂള്, അതെ ബ്ലൈൻഡ് എന്ന് പറയാറില്ല ഇപ്പോഴ്, പിന്നെ കാഴ്ച കുറഞ്ഞവർക്കായിട്ടുള്ള സ്കൂൾ എന്നൊക്കെ പറയുള്ളൂ ഇപ്പൊ. അങ്ങനെ അവരുടെ സ്കൂളിൽ ചെന്നു. ആ സ്കൂളിൽ ചെന്ന് കയറിയപ്പോഴുള്ള അവസ്ഥ, അത് 1956 മറ്റു തുടങ്ങിയ സ്കൂളാണ്. ഞാൻ പോകുന്ന 92 എൻ്റെ ഭഗവാനെ, ഒരു പന്നിക്കൂട് ഇതിനേക്കാളും ഭേദം. അത്രയ്ക്ക് മോശമായ അവസ്ഥയാണ്. വെറും സാധുക്കളിൽ സാധുക്കളായ കുട്ടികൾ, ഒരു 10-60 കുട്ടികളുണ്ട് അവിടെ. പിന്നെ ചെന്ന് കയറുന്നിടത്ത് തന്നെയാണ് ബാത്റൂം. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളല്ലേ, കണ്ണ് കാണാത്ത കുട്ടികളല്ലേ, അവര് പോകുന്ന ബാത്റൂമിന്റെ വൃത്തി നമുക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് ചെന്ന് കയറുമ്പോ തന്നെ ഭയങ്കരമായ ദുർഗന്ധം. അത് കഴിഞ്ഞാൽ പ്രിൻസിപ്പലിന്റെ റൂം, കുട്ടികളുടെ പെൺകുട്ടികളുടെ ഹോസ്റ്റല്, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡോർമിറ്ററി, പിന്നെ സ്കൂള്. അപ്പൊ അവിടെ ചെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഞാൻ. അപ്പൊ അവിടെ ചെന്ന് ഹെഡ് മാസ്റ്ററോട് സംസാരിച്ചു. മാസ്റ്ററോട് ഞാൻ പറഞ്ഞു, സർ എനിക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ ആഴ്ചയിലും ശനി ഞായറും ഞാൻ വന്നിട്ട് ആ കുട്ടികൾക്ക് പഠിക്കാനായിട്ട്, അവർക്ക് ബ്രെയിൽ എഴുതാനായിട്ട് വായിച്ചു കൊടുക്കണം. അതിനൊന്നും ആളെ കിട്ടില്ല, ആരും ഒന്നും ചെയ്യില്ല. കാരണം ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സേവനമല്ല, ആരും അറിയ പോലും ഇല്ല. പാവപ്പെട്ട കുട്ടികൾക്ക് പോയി വായിച്ചു കൊടുക്കണം, ആരറിയാനാ. അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് ആ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, മാഡം ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്, എല്ലാവരും വരും, ഒരു കഷ്ടിച്ചൊരു മാസം നിൽക്കും, പിന്നെ അവരുടെ പൊടി പോലും ഞങ്ങൾ കാണാറില്ല. മാഡത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, എന്റെ ഉദ്ദേശം അതല്ല. എൻ്റെ ഭഗവാനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. എൻ്റെ ഭഗവാനോട് ഞാനൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആരാണ് അങ്ങയുടെ ഭഗവാൻ? ഞാൻ സത്യസായി ബാബയാണ് എൻ്റെ ഭഗവാൻ. ആ ഭഗവാനോട് ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, ഭഗവാനെ കണ്ണ് കാണാത്ത കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എനിക്ക് എന്നാലാവുന്ന സേവനങ്ങൾ ചെയ്യാം എന്നൊരു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് മുടക്കില്ല. മാഷ് എന്ന് പറയുന്ന പൊക്കോളൂ, അതുവരെ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ശരി, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഭഗവാന്റെ ഒരു കരസ്പർശം അവിടെ കണ്ടത് എങ്ങനെയെന്ന് വെച്ചാല്, ഞാനപ്പൊ എന്നെ വിളിച്ചോണ്ട് പോയി ശശിധരൻ എന്നൊരു സാറായിരുന്നു, നല്ലൊരു മനുഷ്യൻ. അദ്ദേഹമായിരുന്നു അവിടുത്തെ വാർഡൻ, ആൺകുട്ടികളുടെ വാർഡൻ. ഇപ്പുറത്ത് പ്രഭ എന്നൊരു പ്രേമകുമാരി എന്നൊരു ആളാണ് പെൺകുട്ടികളുടെ വാർഡൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അദ്ദേഹത്തിന്റെ കൂടെ പോയി ആൺകുട്ടികളുടെ എല്ലാവരും പരിചയപ്പെട്ടു. കുറച്ച് കുട്ടികൾ, 10-40 കുഞ്ഞു കുട്ടികൾ, അവരെയൊക്കെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികളുടെ സ്ഥലത്തേക്ക് വന്നപ്പോ ആ പ്രേമാവതി ഓടിക്കൊണ്ട് വന്നു എൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അയ്യോ വത്സലയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ എങ്ങനെ അറിയാം? നമ്മൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്, പക്ഷെ ഞാൻ മാത്സിലായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ഈ ഡാൻസും ഒക്കെ ആയിട്ട് കുറച്ച് പ്രസംഗവും ഡാൻസിന്റെ ഒക്കെ സൂക്കേട് ഉണ്ടായിരുന്നുണ്ട് എന്നെ കുറച്ചു പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് പ്രേമാവതും ഞങ്ങൾക്ക് വത്സലെ അറിയാം. വത്സലേക്ക് എന്നെ അത്ര അറിയാൻ മാർഗമില്ല. നമ്മൾ ഒരേ ഇയറിലാണ് പഠിച്ചത്. ഞാൻ മാത്സിലായിരുന്നു, ഞാൻ ഹിസ്റ്ററി ആയിരുന്നു. അപ്പൊ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, പ്രേമാവതി ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു, ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം, വത്സല വന്നോളൂ എന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ ഭഗവാന്റെ ആദ്യത്തെ കരസ്പർശം കണ്ടത്. പിന്നെ ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടോ, ഇവിടെ എന്താ ചെയ്യുക? അപ്പൊ ഞാൻ ഹെഡ് മാസ്റ്ററോട് വീണ്ടും പോയിട്ട് പറഞ്ഞു, മാസ്റ്റർ ഞാൻ അടുത്ത ആഴ്ച വരും. ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾ ഒരു സായി മതം എന്നൊരു മതമൊന്നുമില്ല, എല്ലാ മതത്തിലും ആരെയും ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ കൊണ്ടുവന്ന് ഇവിടെ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നോ പ്രോബ്ലം, ഗവൺമെന്റ് സ്കൂളാണല്ലോ, അപ്പൊ നമ്മൾ ചോദിക്കണം, എല്ലാ ജാതി മതസ്ഥരായ കുട്ടികളും ഉണ്ട് അവിടെ, ആരും ഒരു ഒബ്ജക്ഷൻ പറയാൻ പാടില്ല. അപ്പൊ ഞാന് തന്നെ ഭഗവാന്റെ ഒരു പടം നടുവിലും ഭഗവാന്റെ
എംബ്ലത്തിന്റെ ഒരു പടവും വെച്ചിട്ട് എല്ലാ ഈശ്വരന്മാരെ യേശു ക്രിസ്തു, പിന്നെ ആ എംബ്ലത്തിന്റെ എല്ലാ രൂപങ്ങളും, ബുദ്ധൻ, സൗരാഷ്ട്ര, എല്ലാവരുടെ പടങ്ങളും ഒട്ടിച്ച് ഒരു ഫോട്ടോ, വലിയൊരു ഫോട്ടോ ഉണ്ടാക്കി അടുത്ത ആഴ്ച പോയപ്പോ അവിടെ ചെന്ന് അത് അവിടെ സ്ഥാപിച്ചു, കുട്ടികളുടെ ഹോസ്റ്റലിൽ വെച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ നിമിഷം ഭഗവാൻ ആ കുട്ടികളെ ഏറ്റെടുത്തു. കാരണം അത് പറയാം, ആ സ്കൂളിൽ ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റം കണ്ടാൽ നമ്മൾ സ്തംഭിച്ചു പോകും. അത്രയ്ക്ക് മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പൊ ഞാൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് പോകുമ്പം ആ സ്കൂളിൽ പോവും. അവിടെ ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ തന്നെയാണ് ഇപ്പം വർക്ക് ചെയ്യുന്ന പിന്നെ കുട്ടികളായിട്ട്. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം ചെന്നു, കുറച്ച് ഭജന പാടി. കുട്ടികളൊക്കെ നല്ല പാട്ടുകാരാണ്, അസലായിട്ട് പാടുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ പാടി. അവിടുത്തെ ടീച്ചറാണെങ്കിലും നല്ല പാടുന്ന ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചർ ഇവരെ കുട്ടികൾ ആകാശവാണിയിൽ പ്രോഗ്രാം ഒക്കെ ചെയ്യും. അപ്പൊ വളരെ സന്തോഷമായിട്ട് കഥയൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, പഠിക്കാൻ എന്താണ് ആവശ്യം? പറഞ്ഞു, ആന്റി ഞങ്ങൾക്ക് വായിച്ചു തരാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഫോർട്ട് സമിതി, തിരുവനന്തപുരത്തെ ഫോർട്ട് സമിതിയിലെ മെമ്പറാണ് ഞാൻ. ഫോർട്ട് സമിതിയിൽ പോയിട്ട് പറഞ്ഞു. അപ്പോഴ് സന്തോഷപൂർവ്വം ഫോർട്ട് സമിതിയിൽ ശങ്കരനാരായണ സ്വാമിയൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും. അപ്പൊ ഞങ്ങളൊരു ടീമായിട്ട്, മംഗളാംബിക, ഞങ്ങൾ കുറച്ച് പേര്, നിർമ്മല, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഒരു ടീമായിട്ട് പിന്നെ ബ്ലൈൻഡ് സ്കൂളിൽ ശനി ഞായറും കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള സബ്ജക്റ്റുകളും എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും വായിച്ചു കൊടുക്കുക, അവർക്ക് എഴുതാൻ സഹായിക്കുക, എഴുതാനുള്ള സാമഗ്രികൾ. അവരൊക്കെ ഈ ആക്രിക്കടകളിൽ നിന്ന് പുസ്തകങ്ങൾ, പിന്നെ മാഗസിൻ വായിച്ചിട്ടാണ് അവർ ബ്രെയിൽ എഴുതുന്നത്. ബ്രെയിൽ എഴുതാൻ ഒരുപാട് വേണം. നമ്മുടെ ഒരു പേജ് എഴുതാൻ അവർക്കൊരു 4 പേപ്പറെങ്കിലും വേണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ വീട്ടിലുള്ള മാഗസിൻസും ഫ്രണ്ട്സിന്റെ മാഗസിൻസും എല്ലാം കളക്ട് ചെയ്ത് എത്രത്തോളം മാഗസിൻസ് കൊണ്ടുപോകാമോ അതൊക്കെ ആ കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു, ഫോർട്ട് സമിതി തീരുമാനിച്ചു, ഇത് നമുക്ക് ഒരു സ്കൂൾ ഏറ്റെടുക്കണമല്ലോ, നമുക്ക് ബ്ലൈൻഡ് സ്കൂൾ നമ്മളെ ഏറ്റെടുക്കാം. അങ്ങനെ ബ്ലൈൻഡ് സ്കൂള് നമ്മൾ ദത്തെടുത്തു. ബ്ലൈൻഡ് സ്കൂൾ ദത്തെടുത്തപ്പോ എന്ത് പറ്റി പറഞ്ഞില്ലേ, പ്രതിവാരമാണ് അവിടുത്തെ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോഴത്തേക്കും എല്ലായിടും വൃത്തിയാക്കാനും നമ്മുടെ സേവാദൽ വന്നിട്ടും ഒക്കെ കുട്ടികൾക്ക് സായി പ്രോട്ടീൻ കൊടുക്കാൻ തുടങ്ങി. ഡ്രസ്സുകൾ ഇഷ്ടംപോലെ നമ്മൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അവിടുത്തെ ഹെഡ് മാസ്റ്റർ മാറിന്ന് പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആയിട്ട് രാജേന്ദ്രൻ എന്നൊരു സാറാണ്, അദ്ദേഹം ദിവംഗതനായി. അദ്ദേഹത്തിന് ഇത്ര നല്ലൊരു മാസ്റ്റർ, അദ്ദേഹത്തിന് പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടിയ ആളാണ്, ബെസ്റ്റ് ടീച്ചർ അവാർഡ്. അത്രയ്ക്ക് മനോഹരമായ ഒരു ടീച്ചറായിരുന്നു. സ്നേഹം കൊണ്ടും ഡിസിപ്ലിൻ കൊണ്ടും സിൻസിയറിറ്റി കൊണ്ടും കമ്മിറ്റ്മെന്റ് കൊണ്ടും ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തൊരു നല്ല സാറായിരുന്നു അറിയോ. അദ്ദേഹം വന്നതോടെ ആ ചുമപ്പ് നാടുകളിലൊക്കെ കുരുങ്ങിക്കിടന്നിരുന്ന ബിൽഡിങ്ങിന്റെ കാര്യമൊക്കെ ശരിയായി. അതെല്ലാം ഭഗവാന്റെ കൈകൊണ്ടാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ആ മാഡത്തിന്റെ ഇവിടെ വന്ന് ചെയ്യുന്ന ഈ പ്രവൃത്തികളുടെ ഒരു എനർജി, ഒരു ചൈതന്യം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വിമൻസ് ഹോസ്റ്റലിലെ കുറച്ച് പെൺകുട്ടികൾ വന്നു. അവര് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു, ആന്റി ഞങ്ങൾക്കും കൂടെ പഠിപ്പിക്കാൻ ആള് വേണം, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്, 12th-ലും BA MA, ഇവർക്ക് ആർട്സ് സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ പറ്റും. അതായത് ഹിസ്റ്ററി, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെയുള്ളതൊക്കെ അവർക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് വായിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഒരു വലിയ ടീം. അപ്പം ഞങ്ങളുടെ ഫോർട്ടിൽ നിന്ന് മാത്രമല്ല, സിറ്റി സമിതിയിൽ നിന്നൊക്കെ ഉള്ള, ഞാൻ എല്ലാ സമിതിയിലും പോകുമായിരുന്നു. അതുകൊണ്ട് അവിടെ പോയി പറഞ്ഞപ്പോൾ അവിടുന്ന് ഒക്കെ ആന്റിമാർ വന്നിട്ട്, ഞാൻ പോയില്ലെങ്കിൽ അവർ പോകും. അങ്ങനെ റെഗുലറായിട്ട് 20 വർഷം ഒരു മുടക്കവുമില്ലാതെ ഈ 2 സ്ഥലങ്ങളിലും, ഹോസ്റ്റലിലും ഈ സ്കൂളിലും, രണ്ടിടത്ത്. ഞാൻ അവിടുന്ന് 2011-ലാണ് വിട്ടത്. 10 വരെ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ ആ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തു. അതിൽ ഒരു കുട്ടി ബേബി ഗിരിജ, ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടി പഠിച്ച് പാസ്സായി, MA പാസ്സായി, BEd പാസ്സായി. അവൾക്ക് ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ ജോലി കിട്ടി, പ്രസിഡന്റിന്റെ അവാർഡും കിട്ടി അവൾക്ക്. അപ്പൊ ഞാൻ ഇവിടെ ആയിരുന്നു. അപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടി, എനിക്ക് ആന്റിയുടെ ഒരു പഠിപ്പിക്കൽ കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയതെന്നൊക്കെ പറഞ്ഞു. അവളുടെ ശ്രമമാണ്, പക്ഷെ അവൾക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോ. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് വെളിച്ചം പകരാൻ, തമസോമാ ജ്യോതിർഗമയ,
എന്നാണ് ഞങ്ങൾ ആ ഒരു പ്രോഗ്രാം ഞാൻ മനസ്സിൽ കൊടുത്ത പേര് അതായിരുന്നു. തമസോമാ ജ്യോതിർഗമയ. ജ്യോതിർഗമയ തന്നെയായിരുന്നു. കുട്ടികൾ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളാണെങ്കിൽ അവര് സമിതികളില്, നമ്മുടെ സമിതിയില്, ഫോർത്ത് സമിതിയില് അഖണ്ഡ ഭജനയ്ക്ക്, ശിവരാത്രി ഭജനയ്ക്ക്, അങ്ങനെയുള്ള സമയത്തൊക്കെ എല്ലാ കുട്ടികളും നന്നായിട്ട് പാടും. ഇവരെ കൊണ്ടുപോയിട്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്കും. അവർക്ക് നന്നായിട്ട് ഭക്ഷണം, പിന്നെ സന്ധ്യയിലുള്ള എല്ലാവരും അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ വാൻ പിടിച്ച് കുട്ടികളെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകായിരുന്നു. പിന്നെ വേറൊരു വലിയ സേവനം ഞങ്ങൾ ചെയ്തത്, ഈ പിന്നെ ഐ ക്യാമ്പ്സ് വരും. ഐ ക്യാമ്പ്സ് വരുമ്പോൾ ഈ കുട്ടികളെയൊന്നും കൊണ്ടുപോകാൻ ആരും ഇല്ല. അവരുടെ അച്ഛനമ്മമാരൊക്കെ വളരെ ദാരിദ്ര്യം. ഒരു വീട്ടിൽ തന്നെ 4-5 കുട്ടികൾ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഒരേ വീട്ടില് ബ്രദേഴ്സ് എല്ലാം, സിസ്റ്റേഴ്സ് എല്ലാവരും ബ്ലൈൻഡ്, അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാവരെയും കൊണ്ട് ഞങ്ങള് പല ക്യാമ്പുകളിൽ പോയിട്ടുണ്ട്. മാത്രമല്ല കണ്ണ് മാറ്റി വെക്കേണ്ടവർക്ക് കണ്ണ് മാറ്റി വെക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ കാറ്ററാക്ട് ഓപ്പറേഷൻ വേണ്ടവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ സഹായങ്ങൾ ചെയ്യാനായിട്ട് ഭഗവാൻ നമ്മളെ അനുവദിച്ചു. അങ്ങനെ വന്ന് രാജേന്ദ്രൻ മാഷ് വന്ന് 1 വർഷത്തിനകം സ്കൂളിന്റെ മട്ടേ മാറി. ബാത്റൂമൊക്കെ അവിടെ നിന്ന് എടുത്ത് തല്ലി പൊളിച്ച് കളഞ്ഞ് അവിടെയൊക്കെ നല്ല ഗാർഡൻ ആക്കി, നല്ല ബിൽഡിങ്, ഹോസ്റ്റൽ ബിൽഡിങ്, ഹോസ്റ്റലിൽ അപ്പോഴത്തേക്ക് ലയൺസ് ക്ലബ് ഒരുപാട്, എല്ലാവർക്കും കട്ടിലും മെത്തയും സാധനങ്ങളൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് സുഭിക്ഷമായി എല്ലാ കാര്യങ്ങളും. അപ്പൊ അതൊക്കെ ആ ഭഗവാന്റെ ഒരു സ്പർശം. മാത്രമല്ല ശശി സാറും ഈ പ്രേമാവതി അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു അവര് നമുക്ക് ഭഗവാൻ നമുക്ക് വേണ്ടി അവരെ അവിടെ കൊണ്ടുവച്ചതുപോലെ അങ്ങനെ വളരെ സപ്പോർട്ടീവായിട്ട് അവർ ചെയ്തു. അതിന്റെ ഏറ്റവും വലിയ പ്രധാനം എന്ന് വെച്ചാൽ 1992 ഞാനൊരു ചെറിയ സ്റ്റെപ്പ് വെച്ചു. ആ സ്റ്റെപ്പ് ഇന്നും ഇന്നലെയും ഇന്നും എല്ലാ ഭഗവാന്റെ ബർത്ത്ഡേക്ക്, അതായത് ബാക്കി നാഷണൽ ഹോളിഡേസിനൊക്കെ അവർക്ക് സദ്യയൊക്കെ അവിടെ തന്നെ കൊടുക്കും, ഹോസ്റ്റൽ അവിടെ തന്നെ കൊടുക്കും. നമ്മുടെ ഭഗവാന്റെ ബർത്ത്ഡേക്ക് ഫോർത്ത് സമിതിയില് എല്ലാ വർഷവും കുട്ടികൾക്ക് സദ്യ ഒരുക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഭഗവാന്റെ ബർത്ത്ഡേക്ക് ഞാൻ കണ്ടു, ഇപ്പൊ ഉള്ള പിന്നെ ഭാരവാഹികളായ സത്യഭാമ, അവരെല്ലാവരും, ശോഭ, അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് അന്ന് ഞങ്ങൾ ചെയ്തിരുന്ന മാതിരി തന്നെ ഇപ്പോഴും എത്ര വർഷമായി, 32 വർഷമായിട്ടും ആ ബ്ലൈൻഡ് സ്കൂളിനെ നമ്മൾ വിട്ടിട്ടില്ല. ഇപ്പോഴും അവര് ഇത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക, മനസ്സിന് വളരെ ആനന്ദം നൽകുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു സേവനം ചെയ്യുവാനായിട്ട് ഇനി ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഇതിന്റെ സേവനം ഇനിയൊരിക്കൽ പറയാം. അത് ഭഗവാന്റെ നേരിട്ടുള്ള അനുഗ്രഹം കിട്ടിയ ഒരു കാര്യമാണ്. ഭഗവാൻ തന്നെ സ്വീകരിച്ച് അത് ഞാൻ പിന്നെ പറയാം, ഇനി ഒരു ദിവസം അവസരം കിട്ടുമ്പോൾ പറയാം. ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളൊക്കെ ഭഗവാന്റെ പാദങ്ങൾ സംസ്കരിക്കുന്നു. നമ്മളുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് വളരെ ഉന്നത നിലയിലും ധാരാളം ജോലികൾ കിട്ടുകയും കമ്പ്യൂട്ടറിലും പല സ്ഥലങ്ങളിലും ഗവൺമെന്റ് ജോലികളൊക്കെ കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ ഇന്നും തിരുവനന്തപുരത്ത് ഞാൻ ചെല്ലുമ്പം എൻ്റെ അടുത്ത് പറയും, ആന്റി ഞങ്ങളെ വിളിക്കാതെ വരരുതേ. ഇപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ബ്ലൈൻഡ് സ്കൂളില് ഒരു ദിവസം ഞാൻ പോയിട്ട് അവരുടെ കൂടെ ചായയും കാപ്പിയൊക്കെ കുടിച്ച് ഒരു മീറ്റിംഗ് പോലെ വെക്കും. എല്ലാ സ്ഥലത്തും നിന്ന് നെയ്യാറ്റിൻകര വെച്ച് കോഴിക്കോട് നിന്ന് വരെ കുട്ടികൾ വരും. ഞാനവിടെ മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ എന്നെ കാണാനായിട്ട് സന്തോഷപൂർവ്വം കോഴിക്കോട് നിന്ന് വരെ അവർ വരാറുണ്ട്. കോഴിക്കോട് തൊട്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, എറണാകുളത്തു നിന്നും, കോട്ടയത്തു നിന്നും, കൊട്ടാരക്കരയിൽ നിന്നും ഒക്കെ വരും. അങ്ങനെ സന്തോഷപൂർവ്വം കഴിയാനൊരു ഭാഗ്യം ഭഗവാൻ, അങ്ങനെ ഒരു സേവനത്തിനുള്ള ഒരു വലിയ അവസരം ഭഗവാൻ ഒരുക്കി തന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ജയസായിരാം. ഇത് അവസരം എനിക്ക് വീണ് കിട്ടിയതാണ്. കാരണം ഇന്ന് രശ്മിക്ക് പനി വന്നതുകൊണ്ടാണ് എനിക്ക് ഒരു അവസരം കിട്ടിയത്. ജയസായിരാം. താങ്ക് യു സായിരാം. സായിരാം സായിരാം. വളരെ നന്നായി. దైవమునందు ఏ చైతన్యం ఉన్నదో అదే చైతన్యము సర్వజీవులు ఎందుకును ఉంటున్నది. The awareness present in God is present in all beings. ఆ విధముగా ఉండిన దైవత్వములకు ప్రత్యేకత ఎందుకు ఇవ్వాలి అని కొంచెం సందేహం కలగవచ్చు. We may doubt, why should we treat the gods separately? విద్యుత్ దీపములందు ఎలక్ట్రిక్ బల్బ్స్ అంతా ఉంటుంటాయి. In electricity there are so many bulbs. ఈ బల్బులు అన్ని కూడా సమానముగానే మనకు గోచరిస్తాయి. All bulbs appear same. కానీ దానిలో అనేక విధమైనటువంటి భేదములు మనకు ఉంటున్నాయి. However, there are many differences. అందులో ఉన్నటువంటి ఫిలమెంట్ అనేటువంటిది వ్యత్యాసంగా ఉంటుంటుంది. There is difference in respect of filament.
ఈ ఫిలమెంట్ అనేటువంటి దాన్ని 40గా ఉండవచ్చును, 60గా ఉండొచ్చు, 100గా ఉండొచ్చును, 500గా ఉండొచ్చును, 5000గా ఉండవచ్చును. The filament may be of 40 or 60, 100, 500 or 5000 volt. అదే విధంగానే మానవ శరీరం నందు ఈ పంచభూతములు, పంచకోశములు, పంచేంద్రియములు, మలమూత్ర దుర్గంధ మాంసరక్తములు అందరికీ సమానంగానే ఉండవచ్చు. In the human body, the 5 senses, the 5 leaf sheaths, and also that of the fecal matter and the urine may be uniform. కానీ సంకల్ప వికల్పము యందు భేదం ఉంటున్నవి. But there is a lot of difference so far as thoughts are concerned. పవిత్రమైనటువంటి విచిత్రమైనటువంటి దివ్య శక్తి యందు భేదం ఉంటున్నది. There is difference in sacred, this mysterious divinity. ఆ యొక్క దివ్యమైనటువంటి యొక్క శక్తి దైవత్వం నందు అధికంగా ఉండటం చేతనే దైవత్వానికి ఇంత ప్రత్యేకతను అందించవలసి వచ్చింది. Since that sacred divinity, the power is more in God, it has got to be respected. ശോഭ കാഞ്ഞങ്ങാട് ഒരു ഭജന പാടോ? ഓക്കെ അമ്മ. സായിരാം. എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്തോളൂ. ആയിക്കോട്ടെ. കരുണാസിന്ധു ദശരഥനന്ദന പതിപുരീശ്വരരാ കരുണാസിന്ധു ദശരഥനന്ദന പതിപുരീശ്വരരാ प्रेम स्वरूप प्रशांति निकेतन मारुति सेवितरा प्रेम स्वरूप प्रशांति निकेतन मारुति सेवितरा अहल्योद्धारक राजीवलोचना पतिपुरीश्वररा अहल्योद्धारक राजीवलोचना पतिपुरीश्वररा करुणा सिंधु दशरथनंदन पतिपुरीश्वररा प्रेम स्वरूप प्रशांति निकेतन मारुति सेवितरा अहल्योद्धारक राजीवलोचना पतिपुरीश्वररा अहल्योद्धारक राजीवलोचना रघुकुलनंदनरा करुणा सिंधु दशरथनंदन പതിപുരീശ്വരരാ. എല്ലാവർക്കും ഭഗവാൻ ഈ അനുഗ്രഹം തന്നേന്. അണിച്ചോളൂ, വീഡിയോ അണിച്ചോളൂ. സായി ഉപമ. നാഹം ശരീരം, അത് ഞാനല്ല. കോഹം, പിന്നെ ഞാൻ ആരാണ്? സോഹം, അത് ഞാനാകുന്നു. ആദ്യമേ തന്നെ ശരീരം എന്താണെന്ന് അറിയുക. അത് എന്താണ് ചെയ്യുന്നത്? അത് നമുക്ക് പ്രയോജനകരമാണോ? നാം എൻ്റെ കൈ, എൻ്റെ ബുക്ക്, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത എന്നൊക്കെ പറയുന്നത് ഇവയൊക്കെ സ്വന്തമാക്കിയ ഞാൻ അവയെ ഉപകരണങ്ങൾ ആക്കിയതുകൊണ്ടാണ്. ആരാണ് ഈ ഞാൻ? എങ്ങനെയാണ് വിദ്യുച്ഛക്തി ആണികളും ചക്രങ്ങളും നാടകളും അടങ്ങിയ ഒരു യന്ത്രത്തെ ചലിപ്പിക്കുന്നത്? അതുപോലെ ഈ ഞാൻ ശരീരത്തെയും അതിലടങ്ങിയിരിക്കുന്ന ആന്തരികവുമായ എല്ലാ അവയവങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു. ഉച്ചഭാഷണിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന വയറിലൂടെ വിദ്യുച്ഛക്തി പ്രവഹിച്ച് വന്നില്ലെങ്കിൽ അത് പ്രവർത്തിക്കുകയില്ല. ശരീരത്തിലെ ഈശ്വര ശക്തിയാണ് ഞാൻ.
അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു അവയവവും പ്രവർത്തിക്കില്ല. ഞാൻ ആത്മനാണ്, ഈശ്വരൻ തന്നെയാണ് എന്ന് അറിയുക. സായിരാം, ഇന്ന് ലക്ഷ്മണൻ മാഷിന്റെയും സതീഷ് മാഷിന്റെയും സമ്മതത്തോടുകൂടി എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. അതായത് ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. കഴിഞ്ഞ 3.5 മാസമായിട്ട് ഭഗവാന്റെ അപാര കൃപ കൊണ്ട് ഒരു ദിവസം പോലും മുടക്കാതെയും റിപ്പീറ്റ് ചെയ്യാതെയും നമ്മള് ഇപ്പൊ 92 ശരിക്ക് 17-ാം തീയതി തുടങ്ങിയതാണ്. റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ടാണ് 92 എന്നുള്ള ഒരു നമ്പർ ഇടുന്നത്. 99 പേര് നമ്മുടെ ഇതില് പങ്കെടുത്ത് പിന്നെ വളരെ മനോഹരമായിട്ട് ഭഗവാന്റെ പാദങ്ങൾ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 100ാമത്തെ ജന്മദിനം വരെ ഇത് കൊണ്ടുപോകണമെന്നാണ്. അപ്പൊ നമ്മുടെ ഇവിടെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്ന 40-50 പേരോളം ഉണ്ട്. എല്ലാ സഹോദരന്മാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും പേര് നൽകണം. പേര് തരാത്തവരൊക്കെ പേര് തരണം. ഭഗവാന് നമ്മളുടെ 100ാമത്തെ ജന്മദിനത്തിന് നമ്മളുടെ ഒരു സമർപ്പണമാണിത്. കാരണം നമ്മൾ പറയില്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ഡേ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പ്രശാന്ത നിലയത്തിലെ എല്ലാ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എല്ലാവരും എല്ലാ ക്യാമ്പസിലെയും അനന്തപുര, വൃന്ദാവനം, പ്രശാന്ത് നിലയം എല്ലാ ക്യാമ്പസിലെയും കുട്ടികളും 12ലെ കുട്ടികളും 10ലെ കുട്ടികളും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്താറുണ്ട്. അതായത് എല്ലാ കുട്ടികളും പങ്കെടുക്കും. അതിൽ ഒരു കുട്ടി 2 കുട്ടിയല്ല, 10 കുട്ടികളുണ്ടെങ്കിൽ 10 പേര്, 30 പേരുണ്ടെങ്കിൽ 30, എല്ലാവരെ കൊണ്ടും അവരുടെ അനുഭവം പറയിപ്പിക്കാറുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള എത്രയോ അനുഭവങ്ങളാണ്. അത് നമ്മൾക്കൊരു റീലീവ് ചെയ്യാന്ന് പറയില്ലേ, അതായത് നമ്മൾ വീണ്ടും ഒന്ന് അതിൽ കൂടെ ജീവിക്കുക. അത് ഓർമ്മിക്കുമ്പോൾ നമുക്ക് അന്നത്തെ ഭഗവാന്റെ ഭാവവും നമ്മുടെ ഭാവവും എല്ലാം ഓർമ്മിക്കാനും അതൊന്ന് വീണ്ടും അതിലൂടെ ഒന്ന് കടന്നു പോവാനും ഓർമ്മയുടെ വഴിത്താരയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുവാനുള്ള ഒരു അവസരം. അതിന്റെ ഒപ്പം തന്നെ ഇത് നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് കാരണം നമ്മളുടെ നാളത്തെ ഒരു തലമുറയ്ക്ക് ഇങ്ങനെ ഒരു ഭഗവാൻ ജീവിച്ചിരുന്നു, ഇങ്ങനെ കുറേ ആളുകൾക്ക്, സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആളുകളുടെ ഭഗവാന്റെ സ്പർശം എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളത് മനസ്സിലാവും. ഭഗവാന് വലിപ്പ ചെറുപ്പങ്ങളില്ല, എല്ലാവരും ഭഗവാന് VIPs ആണ് എന്ന് നമ്മളുടെ അനുഭവങ്ങളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും കൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ സഹോദരന്മാരെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടെ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് തന്നെ തീരുമാനിച്ചു. അതായത് ലക്ഷ്മണൻ മാഷും സതീഷ് മാഷും ഞാനും ആഴ്ചയിൽ ഓരോ ക്ലാസ് ചെയ്യും. ബാക്കി 11 സഹോദരിമാര് സ്വമേധയാ വന്നിട്ടുണ്ട്, ഞങ്ങൾ സേവ ചെയ്യാം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവരെ 11 പേരെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തര് ബാക്കി 3 ക്ലാസ്സുകൾ അവരാണ് കൈകാര്യം ചെയ്യുക, അവരാണ് കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് വന്ന് കണ്ടക്ട് ചെയ്ത് ഈ പരിപാടി ഭഗവാന് വളരെ സുന്ദരമായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോ ഡിസംബർ 1-ാം തീയതി തൊട്ട് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെ പോവും. അപ്പൊ അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സന്തോഷവും അതുപോലെ സഹകരണവും ഉണ്ടാവണം. കൂടുതൽ പേര് നമ്മുടെ ഇതിൽ 250 പേർക്ക് പേരാവുന്ന ക്ലാസ് നമ്മൾ മാക്സിമം 50 പേരാണ് കയറുന്നത്. 250 പേർക്ക് കയറാവുന്ന ഒരു ഇതാണ് സതീഷ് മാഷ് എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ 50 പേര് കൂടുതൽ കയറാറില്ല. കൂടുതൽ പേര് വരാൻ അനുവദിക്കുക, പങ്കെടുക്കാൻ അനുവദിക്കുക. ഇതെന്റെ അഭ്യർത്ഥനയാണ്. അപ്പൊ അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് നമ്മുടെ സഹോദരിമാരൊക്കെ പ്രസന്റ് ചെയ്യുന്നത് കേൾക്കാം. അവരെല്ലാവരും അവരുടേതായ സേവനം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നത് നമുക്ക് കാണാം. അതിനു വേണ്ടിയിട്ട് എല്ലാവരോടും എൻ്റെ ഇത്രയും ദിവസം എന്നെ സഹിച്ചതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അത് പറഞ്ഞതുകൊണ്ട് ഭഗവത് പാദാരവിന്ദങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരോടും എൻ്റെ സ്നേഹം പറഞ്ഞുകൊണ്ട് ജയ സായിരാം. സായിരാം. ഭഗവാന്റെ അപാര കൃപ കൊണ്ടാണ് ഇത്രയും ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ തന്നെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചത്. അതിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നമാണെങ്കിലും നമുക്കെല്ലാവർക്കും കൂടി പങ്കാളിത്തം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ ഞായറാഴ്ച ഞാനും, തിങ്കളാഴ്ച സതീശ മാഷും, ചൊവ്വാഴ്ച നിങ്ങളും, പിന്നെ മാസത്തിലൊരു ക്ലാസ്സാണ് മറ്റുള്ളവർക്ക് കൊടുത്തില്ലേ. ഇന്നേ തിങ്കളാഴ്ച, ഇന്നേ ബുധനാഴ്ച, വ്യാഴാഴ്ച ഇല്ല, വെള്ളിയാഴ്ച, ശനിയാഴ്ച. അപ്പം അത് നിങ്ങൾ ക്രമത്തിൽ എല്ലാവരെയും പേരും നമ്പറും തന്നിട്ടുണ്ട്. എന്തെങ്കിലും അസൗകര്യം വരുമ്പോൾ പരസ്പരം അറിയിച്ചിട്ട് നമുക്ക് അഭംഗുരം
തുടരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. നല്ല രീതിയിൽ നാളെ മുതൽ നടക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ ഓരോരുത്തരോടും ആ സഹകരണവും മറ്റ് മനോഭാവവും അഭ്യർത്ഥിച്ചുകൊണ്ട് ജയ് സായിരാം. ഞാൻ ശാന്തി മന്ത്രം ജപിക്കാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാം